السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أنعمت وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. وقال نبينا محمد صلى الله عليه وسلم: فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين. സമാദരണീയരായ ജാമിയ ദാറുസ്സലാം അൽ അറബിയയിലെ പ്രഗത്ഭരായ ഉസ്താദ് അബ്ദുൽ ജലീൽ മുസ്ലിയാർ അവറുകളെ, സമാദരണീയരായ തഖിയുദ്ദീൻ അൽ ഹൈതമി, വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തഅല്ലിമുകളെ, ജാമിയ ദാറുസ്സലാം അറബിക് കോളേജിന്റെ പ്രൗഢമായ സനദ് ദാന വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആദർശ സംഗമത്തിൽ ഷിയായിസം ഒരു പഠനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷക്കീർ ഹൈതമി പറഞ്ഞതുപോലെ, ഖാദിയാനിസം, ഷിയായിസം കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇതര അവാന്തര കക്ഷികളെ അപേക്ഷിച്ച് ആപേക്ഷികമായി സ്വാധീനം ഇല്ലാത്ത പ്രസ്ഥാനങ്ങളാണ്. ഖാദിയാനിസത്തെ പ്രതിരോധിക്കാനുള്ള വഴികൾ, ഒരു ഖാദിയാനി നമ്മുടെ മുമ്പിൽ അവരുടെ വാദഗതികളുമായിട്ട് വന്നാൽ എങ്ങനെ അവനെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ചില വഴികൾ നേരത്തെ ഹൈതമി ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഖാദിയാനി. അപ്പോ ഖാദിയാനിസം എന്ന് പറയുന്നത് കുഫറിന്റെ പ്രസ്ഥാനമാണ് എന്നതിൽ തർക്കമില്ലല്ലോ. അപ്പൊ അവനെ എങ്ങനെ പറഞ്ഞു നന്നാക്കണം എന്നതിനെ കുറിച്ച് നാട്ടിലെ ഒരു പ്രമുഖനായ സുഹൃത്ത് ആലോചിച്ചപ്പോ അദ്ദേഹം ഇയാളുമായി സംസാരിക്കാൻ വേണ്ടി എന്നെ അയാളെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ എൻ്റെ ഒരു കൂടെ വേറൊരാളെയും കൊണ്ടുപോയിരുന്നു. അയാളെ വീട്ടിൽ ചെന്നപ്പോ ഇയാൾ മാത്രല്ല, ഈ ഖാദിയാനിയായി തീർന്ന ഈ മനുഷ്യൻ മാത്രല്ല, മലപ്പുറം ജില്ലയിലെ ഖാദിയാനികളുടെ വളരെ പ്രഗത്ഭരായ രണ്ട് ആളുകൾ. അവരെ പറ്റി എന്താണ് അവർ പറയാറ്? മൗലവിമാരെന്നാണ് എന്തോ പറയാൻ എനിക്കറിയില്ല. ഏതായാലും അവരുടെ ഔദ്യോഗികമായ രണ്ടാളുകളുമായിട്ടാണ് ഇവൻ തയ്യാറായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആയത്തുകളൊക്കെ ആയിരുന്നു ചർച്ച. വാഹരീന ലമ്മ യൽഹഖു എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ആയത്തുകളൊക്കെയാണ് ചർച്ച. അപ്പൊ ആ ഇടക്ക് പെട്ടെന്ന് ഒരു ആയത്തിനെ കുറിച്ച് നമ്മളൊരു മറുപടി പറയുമ്പോൾ അടുത്ത ആയത്തിലേക്ക് അവർ പ്രവേശിക്കാം. സൂറത്തുൽ അഅറാഫിലെ ഒരു ആയത്ത്, യാ ബനി ആദമ ഇമ്മാ യഅ്തിയന്നകും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. അല്ലയോ മനുഷ്യരെ, നിങ്ങളിലേക്ക് എന്റെ ദൂതന്മാർ വരികയാണെങ്കിൽ അവരെ അനുഗമിക്കണം, അവരെ പിന്തുടരണം, പിൻപറ്റണം എന്ന് പറയുന്ന ആയത്ത്.
ഈ യാ ബനി ആദം എന്ന് പറയുന്ന ഈ ഖിതാബ് ഉമ്മത്ത് മുഹമ്മദിനോടാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോടല്ലേ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോടുള്ള ഈ കൽപ്പനയിൽ പറയുന്നു, നിങ്ങൾക്ക് പ്രവാചകന്മാർ വരികയാണെങ്കിൽ. അപ്പൊ ഉമ്മത്ത് മുഹമ്മദിൽ ഇനിയും പ്രവാചകന്മാർ വരാനുള്ള സാധ്യത അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഖളിയ ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഒരു മറുപടി, ഏതാണ് ആ ഖളിയ? അത് ഹംലിയായ ഖളിയയാണോ ശർത്തിയായ ഖളിയയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെ കുറിച്ചൊന്നും അവർക്ക് വലിയ എത്തും പിടുത്തൊന്നുമില്ല. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു, അത് ശർത്തിയായ ഖളിയാണ്. വരികയാണെങ്കിൽ പിൻപറ്റണം. അതുകൊണ്ട് വരുമെന്നോ വരൂല എന്നോ രണ്ടും അവിടെ ലഭ്യമല്ല. അത്രേ. സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ വെയിലുണ്ടാവും, പകലുണ്ടാവും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു എന്നോ ഉദിക്കുമെന്നോ ഉദിച്ചിട്ടില്ല എന്നോ ഉദിക്കുകയില്ല എന്നോ ഒന്നും അവിടെ അർത്ഥമില്ല. അതോടുകൂടി ആ ആയത്തും അവർ വിട്ടു. പക്ഷെ അവര് ചോദ്യം ചോദിച്ചു, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആയത്ത് അള്ളാഹു ഇറക്കിയത്? ഒരു ആവശ്യമില്ലാതെ. ഇനി ഒരു പ്രവാചകന്മാരൊന്നും വരാനില്ല, ഇവൻ എന്തിനാണ് ആയത്തെ ഇറക്കിയത്? അപ്പൊ എനിക്ക് ഒരു മറുപടി തോന്നി. ആ ആയത്ത് ഇറക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകന്മാർ വന്നിട്ട് അനുസരിക്കാതിരുന്നെങ്കിൽ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുള്ളൂ. ദഅവത്ത് എത്താത്ത ആളുകൾക്ക്, ദഅവത്ത് എത്താത്ത ആളുകൾക്ക് തക്ലീഫില്ല. അതുകൊണ്ട് അവരെ അള്ളാഹു ശിക്ഷിക്കുകയുമില്ല എന്ന ഒരു നിയമമാണ് ആ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുന്നത്. ആ നിയമം ഏതായാലും പഠിപ്പിക്കേണ്ടതല്ലേ? പ്രവാചകന്മാർ വരികയാണെങ്കിലും വരില്ലെങ്കിലും ഈ നിയമമാണ്. അതോടുകൂടി ആ ആയത്തും അവർ വിട്ടു. അപ്പൊ എനിക്ക് സക്കീറൈത്തവിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ ഒരായത്തിന് നമ്മൾ മറുപടി കൊടുത്താൽ അവരത് വേഗം വിടും. അതൊരു യാഥാർത്ഥ്യം, അതൊരു അനുഭവ സത്യമാണ്. അതിനെക്കുറിച്ച് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഷിയായിസം ഒരു പഠനം എന്ന് പറയാൻ മാത്രമൊന്നും ഇവിടെ പറയുന്നില്ല. ഷിയായിസത്തെ കുറിച്ചുള്ള ഏതാനും ചില പ്രതിപാദനങ്ങൾ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അർത്ഥഗംഭീരമായ ഒരു വസിയ്യത്തിൽ സഹാബത്തിനോട് പറഞ്ഞു, ഫഇന്നഹു മയ്യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എനിക്കു ശേഷം നിങ്ങളിൽ ആര് ജീവിക്കുകയാണെങ്കിലും ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. ഈ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ എന്തു ചെയ്യണം? നിങ്ങൾ എന്റെയും സഹാബത്തിന്റെയും മാർഗത്തെ പിൻപറ്റണം. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതിനപ്പുറമുള്ള ഏത് മാർഗം പിൻപറ്റിയാലും നിങ്ങൾക്ക് പരാജയമായിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ്. അതിന്റെ പുലർച്ച പല പ്രസ്ഥാനങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞ നബിയുടെ പ്രവചനത്തിന്റെ പുലർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടു കൂടി തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലത്ത് തന്നെ സംഭവിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അബ്ദുല്ലാഹ് ഇബ്നു സബർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹ് ഇബ്നു സബർ. ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു സബർ? അയാൾ ജൂതനായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സബർ ജൂതനായിരുന്നു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഭരണകാലത്ത് അവൻ മുസ്ലിമായതായിട്ട് അഭിനയിച്ചു. യഥാർത്ഥത്തിൽ അവൻ മുസ്ലിമല്ല. അബ്ദുല്ലാഹി ഇബ്നു സബഇനെ കുറിച്ച് ഇന്ന് ഷിയാക്കൾ പറയുന്നത് ആയത്തുല്ലാഹിൽ ഉളുമ എന്നാണ്. ആയത്തുല്ലാഹിൽ ഉളുമ, അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ ദൃഷ്ടാന്തം അബ്ദുല്ലാഹി ഇബ്നു സബ എന്നാണ് ഷിയാക്കൾ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറഞ്ഞ മനുഷ്യൻ ബീജാവാപം നൽകിയ ഒരു പ്രസ്ഥാനമാണ് ഷിയായിസം എന്ന് പറയുന്നത്. ഹാഫിൽ അല്ലാമ ഇബ്നു കസീർ അവിടുത്തെ അൽ ബിദായത്തു വന്നിഹായിൽ പറയാം, വദക്കറ സൈഫ് ബിൻ ഉമർ, ചരിത്രകാരനായ സൈഫ് ബിൻ ഉമർ പറയാം,
أن سبب تألب الأحزاب على عثمان أن رجلا يقال له عبد الله بن صبر. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന മനുഷ്യൻ കാന യഹൂദിയൻ, അവൻ ജൂതനായിരുന്നു. ഫഅദ്ഹറ അൽ-ഇസ്ലാം, അയാൾ പ്രത്യക്ഷത്തിൽ അയാൾ മുസ്ലിം ആവുകയാണ്. എന്നിട്ട് അയാൾ ഈജിപ്തിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ചില സ്വയംകൃതമായ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ചില ചോദ്യങ്ങളാണ് അവന്റെ. അയാളെ ചോദ്യം, അലൈസ ഖദ് സബത അന്ന ഈസ ഇബ്നു മറിയം സയഊദു ഇലാ ഹാദിഹി ദുനിയ, ഈസ ഇബ്നു മറിയം ദുനിയാവിലേക്ക് തന്നെ ഖിയാമത്ത് നാളിൽ മടങ്ങി വരും എന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയും. ആളുകൾ പറഞ്ഞു അറിയും. എന്നാൽ ആ ഈസാ നബി അലൈഹിസ്സലാമയേക്കാൾ എത്രയോ ശ്രേഷ്ഠരല്ലേ നമ്മുടെ നബിയായ മുഹമ്മദ് നബി? അതെ. എന്നാൽ ഈസാ നബി മടങ്ങി വരുമെങ്കിൽ, ഈസാ നബി അലൈഹിസ്സലാം മടങ്ങി വരുമെങ്കിൽ നമ്മുടെ നബിയും മടങ്ങി വരും. ഇങ്ങനൊരു വാദം, റജഅത്തിന്റെ വാദം എന്ന് പറയും. പിന്നെ അവന്റെ രണ്ടാമത്തെ ചോദ്യം, അലിയാർത്തങ്ങൾ മുഹമ്മദ് നബി ഖാത്തിമുൽ അംബിയ ആയതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വ അലിയുൻ ഖാത്തിമുൽ ഔസിയാ, നബിമാരുടെ സ്പെഷ്യൽ ആളുകളിൽ ഏറ്റവും അവസാനത്തവരാണ് അലിയാർത്തങ്ങൾ. അതുകൊണ്ട് അവൻ പറഞ്ഞു സുമ്മ യഖൂൽ, പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തിയതിനു ശേഷം പിന്നെ അവൻ പറയാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഖിലാഫത്തിന്റെ തർത്തീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒന്നാമത്തെ ഖലീഫയായി വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് ശരിയല്ല. ആ ഖിലാഫത്ത് നിയമവിരുദ്ധമാണ്. ആ ഖിലാഫത്ത് തട്ടിയെടുത്തതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിന്റെ പ്രതിനിധാനത്തിന്റെ നിർവഹണം, അതിന്റെ അധികാരം അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഫഹുവ അഹഖു ബിൽ ഇംറതി മിൻ ഉസ്മാൻ. ഉസ്മാൻ മുഅ്തദിൻ ഫീ വിലായത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തട്ടിപ്പറിച്ചെടുത്തതാണ് ഈ അധികാരം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വാദഗതികളുമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു സബ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്നാണ് ഷിയായിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആ വാദമനുസരിച്ച് എന്താണ് ഷിയായിസത്തിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം? എന്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം? അന്ന അലിയൻ അഫ്ദലുൽ കുല്ലി, അലി റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബത്തിൽ ശ്രേഷ്ഠവാൻ. കാരണം നബിയോട് ഏറ്റവും എല്ലാ നിലക്കും ബന്ധപ്പെട്ടയാൾ അലിയാർത്തങ്ങളാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. അതിനു മുമ്പുള്ള 3 ഖലീഫമാരും ശരിയല്ല. ഈ വാദമാണ് ഷിയാക്കളുടെ വാദം. അലി തങ്ങളുടെ മദ്ഹബാണ് യഥാർത്ഥ മദ്ഹബ്, ഹഖ്. ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. സഹാബിമാരെല്ലാവരും അലിയാർത്തങ്ങളെ ഒരു അക്രമമാണ് കാണിച്ചത്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവർ തിരഞ്ഞെടുത്തത് അലിയാർത്തങ്ങളെയല്ല. ഈ അക്രമം കാണിച്ച സഹാബിമാർ എല്ലാവരും അവർ നമ്മൾ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഖുർആൻ പറഞ്ഞത് എന്താണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. സഹാബിമാർ, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർ, ആ സഹാബിമാർ അവർക്ക് അല്ലാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടു, അവരെ കുറിച്ച് അല്ലാഹു പൊരുത്തപ്പെട്ടു. ഇത്രയും വലിയ മഹാന്മാരായ സഹാബിമാർ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം ദർജയുള്ള സഹാബിമാർ, ആ സഹാബിമാർ ഒന്നടങ്കം ളാലിമീങ്ങളാണ്, അക്രമകാരികളാണ്. അവര് ഉദ്ധരിച്ച ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ റിവായത്തുകളും തെറ്റാണ്. ഷിയാക്കളിൽപ്പെട്ട ഒരു ഗുരുതര വിഭാഗമാണ് റാഫിലിയാക്കൾ. റാഫിലിയാക്കൾ ജൽപ്പിക്കുന്നത് കുറച്ചും കൂടി കടുത്ത വാദങ്ങൾ, കടുകടുത്ത വാദം.
എന്താണ് അവർ വാദിക്കുന്നത്? ഇർതദ്ദു ബഅദ മൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബത്ത് മുഴുവൻ മുർത്തദ്ദായി പോയിരിക്കുന്നു എന്നാണ് റാഫിലിയാക്കൾ. അവർ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ തറാവീഹിനെ പുനരേകീകരിപ്പിച്ചത്. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞു. സാധാരണ ഖലീഫയാണ് മസ്ജിദുൻ നബവിയിൽ ഇമാമായി നിൽക്കേണ്ടത്. നബിയുടെ കാലത്ത് നബിയായിരുന്നു, ഒന്നാം ഖലീഫയുടെ കാലത്ത് ഒന്നാം ഖലീഫയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളിയിലെ ഇമാം ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ തറാവീഹിൽ മാത്രം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി പ്രതിഷ്ഠിച്ചു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിനെ പറ്റി പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇതൊരു നല്ല ബിദ്അത്താണ്. അപ്പൊ ഇന്നത്തെ വഹാബികൾ പറയുന്ന മാതിരി നല്ല നല്ല പിന്നെ നായിക്കാട്ടം എന്നൊരു സംഭവമല്ലല്ലോ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നായിക്കാട്ടെന്നാണ്. പിന്നെ നല്ല നായിക്കാട്ടുണ്ടോ? നല്ല നായിക്കാട്ടം, ചീത്ത നായിക്കാട്ടം, അങ്ങനെ ഉണ്ടോ? നായിക്കാട്ടം രണ്ടു തരം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ബിദ്അത്തിൽ നല്ലതില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു നല്ല ബിദ്അത്താന്ന് പറഞ്ഞതോ അത് നല്ല നായിക്കാട്ടെന്ന് പറയും പോലെയാണ്. അതുകൊണ്ട് തറാവീഹ് നിസ്കാരം അത് ബിദ്അത്താണ്, അത് തെറ്റാണ്. തറാവീഹ് നിസ്കാരം ഒരു പ്രത്യേക നിസ്കാരമായി കാണാൻ സാധ്യമല്ല എന്ന വാദം ലോകത്താദ്യമായി ഉന്നയിച്ചത് ഷിയാ വിഭാഗത്തിൽപ്പെട്ട അതിഗുരുതര വിഭാഗമായ റാഫിലിയാക്കൾ. ഇന്ന് ആ വാദം ആരാണ് ഏറ്റുപിടിക്കുന്നത്? ഇന്ന് നമ്മുടെ നാട്ടിൽ ആ വാദം ഏറ്റുപിടിക്കുന്നത് വഹാബികളാണ്. വഹാബിസത്തിന്റെ ആശയ സിദ്ധാന്തങ്ങൾ പലതും ഷിയായിസത്തിൽ നിന്ന് പോകുന്നതാണ്. കേരളത്തിൽ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ചും സുന്നത്ത് പാരമ്പര്യ മുസ്ലിങ്ങളെ കുറിച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകാരായ വഹാബികളാണ്. അതിന്റെ തൊട്ട് ഒപ്പം തന്നെയായി മൗദൂദികളുമുണ്ട്. അവരുടെ കൂടെ തന്നെയായി തബ്ലീഗ് ജമാഅത്തുകാരും നമുക്കെതിരിൽ അതിരൂക്ഷമായി ഷിയായിസം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിയായിസം യഥാർത്ഥത്തിൽ ഇത് ആടിനെ പിടിച്ച് പട്ടിയാക്കിയിട്ട് പട്ടിയെ പിന്നെ ഒന്നും കൂടി ഒരു പേപ്പട്ടിയാക്കിയിട്ട് ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് ആൾക്കൂട്ടക്കൊല നടത്തുന്ന മാതിരി വലിയ വടിയും പിടിച്ചിട്ട് ഈ സാധുവായ ആടിനെ പേപ്പട്ടിയാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അടിച്ചു കൊല്ലുന്ന പ്രവണതയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട സുന്നി സമൂഹം, ഇവിടുത്തെ പാരമ്പര്യ സമൂഹം ഷിയായിസത്തെ നൂറ്റാണ്ടുകളായി പ്രതിരോധിച്ചിട്ട് ഒരു മൂലക്കാക്കിയ ഈ പാരമ്പര്യ ഇസ്ലാമിക സമൂഹം, ഈ സമൂഹത്തെ കുറിച്ച് ഇപ്പൊ പറയാണ്. ഈ സമൂഹത്തിന്റെ ജാഗരണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പറയാണ്, ഇത് ഷിയാ പ്രസ്ഥാനമാണ്, ഷിയായിസമാണ്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഷിയായിസം ഉള്ളത്? ഷിയാ വിഭാഗത്തിലെ ഉഗ്രൻ ഗ്രൂപ്പായ റാഫിലിയാക്കൾ നിർമ്മിച്ചുണ്ടാക്കിയ വാദമാണ് തറാവീഹ് എന്ന് പറയുന്ന റമളാനിന്റെ സ്പെഷ്യൽ നിസ്കാരം ഇല്ല എന്ന വാദം. പിന്നെ എങ്ങനെയുള്ളത്? പിന്നെന്താ ഉള്ളത്? രാത്രി നിസ്കാരമാണൊക്കെ. അത് റമളാനിലാകുമ്പോ ഖിയാമു റമളാൻ എന്നൊരു പേര് പറയുന്നേ ഉള്ളൂ. ഇടയിൽ വിശ്രമിക്കുന്നത് കൊണ്ട് തറാവീഹ് എന്ന് പറയുന്നുവെന്നേ ഉള്ളൂ. ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് എന്ന് പറയും. അവസാനം ഒറ്റ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ വിത്ർ എന്ന് പറയും. എല്ലാം ഒന്നാണ്, എല്ലാം ഖിയാമുൽ ലൈലാണ്, എല്ലാം സ്വലാത്തുൽ ലൈലാണ്. തറാവീഹ് ഒരു സ്പെഷ്യൽ നിസ്കാരം അല്ല. ഈ വാദം അടിസ്ഥാനപരമായ ആരുടേതാണ്? ഷിയാക്കള വാദം, റാഫിദിയാക്കള വാദമാണ്. പക്ഷേ ആ വാദം ഇന്ന് നമ്മുടെ നാട്ടിൽ എഴുതുകയും പറയുകയും പ്രചരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? വഹാബികളല്ലേ. അവരെ നമ്മളെ കുറിച്ച് പറയാം, നമ്മൾ ഷിയായിസം. എത്ര ഗുരുതരമായ ആരോപണമാണ്. ആ റാഫിലിയാക്കളാണ് പറഞ്ഞത്, സഹാബിമാരെ കുറിച്ച് അവർ ആരോപണം ഉന്നയിച്ചു. അന്നഹും ഇർതദ്ദു ബഅദ മൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ 1,00,000-ലധികം വരുന്ന സഹാബിമാർ അവരെല്ലാവരും മുർത്തദ്ദാണ് അവരുടെ ഈ ഷിയാക്കള വാദം. ഷിയാക്കൾ പല ഗ്രൂപ്പുണ്ട്, അതിൽപ്പെട്ട പല ഗ്രൂപ്പുകാർക്കും പല വാദങ്ങളാണ്. മൊത്തത്തിൽ അവരുടെ വാദം ഇല്ല 4 സഹാബിമാര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. 4 സഹാബികളെ.
ഒന്ന് അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു, രണ്ട് സൽമാൻ അൽ-ഫാരിസി റളിയല്ലാഹു അൻഹു, മൂന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, നാല് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരുടെ ഈ ജൽപ്പനത്തെ കുറിച്ച് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു വളരെ രസകരമായിട്ട് അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യവുമായിട്ട് നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പ്, ആ ഉറുമ്പ് തന്റെ കൂടെയുള്ള മറ്റു ഉറുമ്പുകളോട് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുക, സുലൈമാൻ നബിയും സൈന്യവും ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ. കണ്ടോ, അത് അവര് ബോധപൂർവമല്ല, അറിയാതെ ഉറുമ്പുകളെ നിങ്ങളെ അവർ ചവിട്ടിപ്പോകും. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഹാബിമാർ പോലും അക്രമം കാണിക്കാത്തവരാണ് എന്ന് ആ ഉറുമ്പിന് പോലും അറിയാം. എങ്കിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ എത്രയോ ഉന്നതരായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരെ കുറിച്ച് അക്രമകാരികൾ എന്ന് വിളിക്കുന്ന ഈ റാഫിലിയാക്കളും ഷിയാക്കളും ഇവർക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഉറുമ്പിന്റെ വിവരവും ബോധവും അന്തവും ഇല്ല, അതുപോലും ഇല്ലാത്തവരാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിയാക്കളുടെ വാദത്തിന്റെ തുടർച്ചയാണ് അലി കുടുംബത്തിലാണ് ഇസ്ലാമിക ഭരണം നിക്ഷിപ്തമായത്. ഭരണാധികാരികൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുത്രന്മാർ. പ്രധാന വാദത. ആ വാദത്തിന് ഒരുപാട് ഉപശാഖകളുണ്ട്, ഇതിന്റെ വിസ്തൃതിയിലേക്ക് ഞാൻ പോകുന്നില്ല. നബിക്കു ശേഷം ഇമാമത്തിന്റെ അധികാരം അലിയാർ തങ്ങൾക്കാണ്. അലിയാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു പിന്നെ അലിയാർ തങ്ങൾ ഇലാഹാണ് എന്ന് പറഞ്ഞു ഒരു കൂട്ടർ, റബ്ബാണെന്ന് പറഞ്ഞു, ഖാലിഖാണെന്ന് പറഞ്ഞു, റാസിഖാണെന്ന് പറഞ്ഞു. അത്തരക്കാരെ ഈ വിവരം ഇവരിങ്ങനെ വാദിക്കുന്നുണ്ട് എന്ന വിവരം അലി റളിയല്ലാഹു തആല അൻഹു തന്നെ അറിഞ്ഞപ്പോ അവര് സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പലവരും ശ്രമിച്ചു, പക്ഷെ അവർ പിന്മാറിയില്ല. അന്നേരം അലിയാർ തങ്ങൾ ഒരു കടങ്ങ് കുഴിച്ചിട്ട് തീ ആളി കത്തിച്ചിട്ട് ആ തീയിൽ അവരിട്ട് കരിച്ചു കൊന്നു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് അലി റളിയല്ലാഹുവിന്റെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അവിടുത്തെ പുത്രൻ ഹുസൈൻ, പിന്നീട് അലി സൈനുൽ ആബിദീൻ, പിന്നീട് മുഹമ്മദുൽ ബാഖിർ, ജഅഫർ സാദിഖ്, മൂസൽ കാളിം, അലിയുർ റിദാ, മുഹമ്മദുൽ തഖി, അലിയുൻ നഖി, അലിയുൽ അസ്കരി, മുഹമ്മദ് ബിൻ അലിയിൽ അസ്കരി. ഈ മുഹമ്മദ് ബിൻ അലിയിൽ അസ്കരി ചെറുപ്പത്തിൽ മരിച്ചു എന്നും ചില ആളുകൾ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് മരിച്ചിട്ടില്ല, ഏതോ ഒരു മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അഹ്ലുസുന്നത്തും ഷിയാക്കളും തമ്മിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസമാണ്. ഇമാം ഭരണാധികാരി ഒളിച്ചിരിക്കാൻ പറ്റില്ല, ഒളിച്ചിരുന്നത് കൊണ്ട് ഭരണം നടക്കില്ല. ഭരണാധികാരി ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടയാളായിരിക്കണം. ഇവർ പറയുന്നത് ഒളിച്ചിരിക്കുകയാണ്. ഇനി ഖിയാമത്ത് നാളില് മഹ്ദിയായിട്ട് പ്രത്യക്ഷപ്പെടും. ഹിജ്റ 255 ജനിച്ച മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരിയാണ്. ഇനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരാൻ പോകുന്ന മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു എന്നുള്ള വാദമാണ് അവർക്കുള്ളത്. ഇതിന് ഉപോത്ബലകമായിട്ട് അവര് ഖുർആനിന് സമാന്തരമായി ഒരു ഗ്രന്ഥം തന്നെ, അവർക്കൊരു സ്വന്തമായിട്ട് ഗ്രന്ഥം തന്നെയുണ്ട്. നമ്മുടെ ഖുർആനിന് സമാന്തരമായി അവർക്കൊരു ഗ്രന്ഥം തന്നെയുണ്ട്. നമ്മുടെ ഖുർആൻ പൂർണ്ണമല്ല. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരേക്കുമുള്ള 144 സൂറത്തുകൾ, 6000 ചില്ലാനം ആയത്തുകൾ ഉൾക്കൊള്ളുന്ന 144 സൂറത്തുകൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല. അതിൽ ഒരുപാട് സ്വഹാബിമാര് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ചപ്പോ ഒരുപാട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഷിയാക്കളുടെ ആരോപണം. സൂറത്തുൽ വിലായാത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം അവര് പറയുന്നു. സൂറത്തുൽ വിലായാത്ത് അലി റളിയല്ലാഹുവിന്റെ വിലായത്തിനെ സംബന്ധിച്ച് പ്രത്യേകം പ്രതിപാദിക്കുന്ന സൂറത്ത്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്ന ഒരു സൂറത്തിനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആനിൽ നിന്ന് അതിർത്തി മാറ്റി ഒഴിവാക്കി വെട്ടിക്കളഞ്ഞു എന്നാണ് അവരുടെ വാദം. അങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത വാദങ്ങളാണ്. നമുക്കിവിടെ വഹാബികൾ, മുജാഹിദ്, തബ്ലീഗികൾ, മൗദൂദികൾ ഇതൊക്കെയാണ് നമുക്ക് പരിചയമുള്ളത്. എന്നാൽ ഷിയാക്കളുടെ വാദങ്ങൾ എങ്ങനെയൊക്കെയാണ്?
മാത്രമല്ല ഒരു സ്പെഷ്യൽ മുസ്ഹഫ് തന്നെ അവർക്ക് ഉണ്ട്. ആ മുസ്ഹഫ് ഏതാണ്? ഏതാണ് ആ മുസ്ഹഫ്? കുലൈനി എന്ന് പറയുന്ന ഷിയാക്കളുടെ ഒരു ഇമാമുണ്ട്, കുലൈനി. അയാൾ ഉദ്ധരിക്കുകയാണ്, അൻ മുആദ് ബിൻ കസീർ അൻ അബി അബ്ദില്ല അന്നഹു ഖാല ഇന്നല്ലാഹ അല്ലാഹു തആല അൻസല അലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റൊരു കിതാബിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഫഖാല ജിബ്രീൽ, ജിബ്രീൽ പറയാണ്, യാ മുഹമ്മദു ഹാദിഹി വസിയത്തുക ഇലൻ നുജബാ. ഇത് നുജബാക്കളിലേക്കുള്ള അങ്ങേക്കുള്ള ഒരു വസിയത്താണ് ഈ ഗ്രന്ഥം. അപ്പൊ നബി തങ്ങൾ ചോദിക്കുകയാണ്, ജിബ്രീലെ ആരാണ് നുജബാക്കൾ? അപ്പൊ പറയാണ്, നുജബാക്കൾ എന്ന് പറയുന്നത് അലി ഇബ്നു അബി ത്വാലിബാണ്, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയുമാണ്. അങ്ങനെ അലിയാർ തങ്ങൾക്ക്, താങ്കൾ ഇത് അലിയാർ തങ്ങൾക്ക് കൊടുക്കണം, അങ്ങ് അലിയാർ തങ്ങൾക്ക് കൊടുക്കണം. അലിയാർ തങ്ങൾ ഓരോ പുത്രന്റെയും കൈവശം ഓരോ തലമുറയിലും വരുന്ന പുത്രന്മാരിലൂടെ അത് കൈമാറി പോന്നുകൊണ്ടിരിക്കണം. ഒരു സ്പെഷ്യൽ കിതാബ് തന്നെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ അടുക്കൽ അങ്ങനെ ഒരു പ്രത്യേക ഗ്രന്ഥമോ അങ്ങനെ ഒരു പ്രത്യേകമായ ഒന്നുമില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്നഹു ഖാല, അലിയാർ തങ്ങൾ പറയാണ്, മൻ സഅമ അന്ന ഇൻദനാ ശൈഅൻ നഖറഉഹു ഇല്ലാ കിതാബുല്ലാഹ്. ഞങ്ങൾ അഹ്ലു ബൈത്ത് കുടുംബം, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കിതാബുണ്ട് എന്ന ഷിയാക്കളുടെ വാദം വ്യാജമാണ്, അത് തെറ്റാണ്. ഞങ്ങളടുക്കൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ മാത്രമാണുള്ളത്. പിന്നീട് ഒരു ഏട് കാണിച്ചു കൊടുത്തു. ആ ഏടിൽ ഏതാനും ചില മസ്അലകൾ എഴുതി വെച്ച ഒരു ഏടും കാണിച്ചു കൊടുത്തു. അതല്ലാതെ ബാക്കി ഞങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ഫഖദ് കദബ, അതെല്ലാം നുണയാണ് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അലിയാർ തങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ വെച്ച് പുലർത്തുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ട് ഷിയായിസം എന്ന പേരിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഷിയായിസം. എന്താണ് ഷിയായിസം? ഷിയായിസം എന്ന് പറഞ്ഞാൽ മൗലൂദ് ആഘോഷിക്കുന്നവർ ഷിയാക്കളാണ്, കുത്തുബിയത്ത് ചെല്ലുന്നവർ ഷിയാക്കളാണ്, ഖബർ കെട്ടിപ്പൊന്തിച്ചാൽ ഷിയായിസമാണ്, ഇസ്തിഗാസ ഷിയായിസമാണ്, തരീഖത്ത് ഷിയായിസമാണ്. ഞാൻ പോരുന്ന സമയത്ത് മൗലാന മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദ്, നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രഗത്ഭനായ പ്രിൻസിപ്പാൾ, ബഹുമാനപ്പെട്ടവരോട് ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. തരീഖത്ത് എന്ന് പറയുന്ന ഒരു മുരീദ് ഷെയ്ഖ്, ഒരു ഷെയ്ഖിന്റെ കീഴിൽ കഴിഞ്ഞുകൂടുന്ന ആ സമ്പ്രദായം, ഒരു ഷെയ്ഖിന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിതത്തെ അമലിനെ കെട്ടി ചിട്ടപ്പെടുത്തുന്ന രീതി, അങ്ങനെ ഒരു രീതിയിലുള്ള സമ്പ്രദായം ഷിയാക്കളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നതിന് എന്തെങ്കിലും ഒരു രേഖ ഉണ്ടോ ഉസ്താദെ? അങ്ങനെ ഉണ്ടാകുമോ ഉസ്താദ്? അതിന് ഒറ്റടിക്ക് ഉസ്താദിന്റെ ബഹ്റായ ഇൽമിന്റെ ആ താളുകളിൽ നിന്ന് പറഞ്ഞു, ഇല്ല, അങ്ങനെ പറയാൻ ആർക്കും സാധ്യമല്ല. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇമാമത്തുമായി ബന്ധപ്പെട്ടതാണ്. അലി കുടുംബത്തിന്റെ മക്കളിലെ ഇമാമത്ത്, ഭരണാധിപത്യം എന്നുള്ള ആ വിശ്വാസ വീക്ഷഗതിയിലൂടെ പോകുന്ന ഒരു തരം കാട്ടിക്കൂട്ടലുകളാണ് അവർക്കുള്ളത്. അല്ലാതെ തരീഖത്തും ഷിയായിസവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. അപ്പൊ തരീഖത്താണ് ഷിയായിസം, മൗലൂദ് ഓതലാണ്, നബിദിനം ആഘോഷിക്കലാണ് ഷിയായിസം, ഖബർ കെട്ടിപ്പടുക്കലാണ് ഷിയായിസം എന്ന് പറയുന്ന വ്യാജമായ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചാരണങ്ങൾ, കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം തെറ്റാണത് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പരിസരത്തുള്ള വിവിധ പള്ളികളിൽ നിസ്കരിച്ചതിനെ കുറിച്ച് വിശാലമായ ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താണ് അധ്യായത്തിന്റെ പേര്? ബാബുൽ മവാദിഇല്ലത്തി
ബാബുൽ മസാജിദില്ലത്തി ഫീ തുറുഖിൽ മദീന വൽ മവാളിഇല്ലത്തി സല്ലല്ലാ ഫീഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച പള്ളികളെ കുറിച്ച്, സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മദീനത്തെ വഴിയുള്ള പള്ളികളെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞ അധ്യായത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നീണ്ട ഹദീസ്. ആ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ഒരു പള്ളിയെ വിശദീകരിച്ചിട്ടുണ്ട്. ആ പള്ളിയെ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? നമ്മൾ ഇടിയങ്ങര പോയ മാതിരിയാണ്. ഇടിയങ്ങര പള്ളിയെ നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്തുക? ഇടിയങ്ങര പള്ളിയുടെ തൊട്ടുചാരത്തായിട്ട് മഹാനായ അലാവുദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമുണ്ട്. അങ്ങനത്തെ പള്ളിയാണെന്നാ പറയാം. അപ്പൊ സിഫത്തി മഖാമാണ്, മൗസൂഫ പള്ളിയാണ്. അൽ മസ്ജിദുൽ ലദി ഫീ ജിവാരിഹി മഷ്ഹദു ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക. എന്നതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്താം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, എന്നതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്താണ്. ഇൻദദാലിക്കൽ മസ്ജിദ് ഖബ്റാനി ഔ സലാസത്തുൻ അലൈഹാ റദ്മുൻ മിനൽ ഹിജാറ. ആ പള്ളി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പള്ളിയാണ്? ആ പള്ളിയുടെ തൊട്ട് സമീപത്തായി രണ്ടിലധികമോ ഖബറുകളുണ്ട്. ആ ഖബറുകൾക്ക് മേൽ വലിയ കല്ലുകളെ കൊണ്ടുള്ള എടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ബിനാഉം ബിസഖറത്തിൻ അലീമ, വലിയ കല്ലുകളെ കൊണ്ടുള്ള എടുപ്പുണ്ട്. കണ്ടോ? എന്തുകൊണ്ട് റസൂൽ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞില്ല? എന്തുകൊണ്ട് റസൂൽ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞില്ല? അത് ശിയായിസം ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണല്ലോ മറമാടപ്പെട്ടത്. ആ വീടെന്ന് പറയുന്നത് ഈന്തപ്പന മട്ടലുകളെ കൊണ്ടൊക്കെ ഓല കൊണ്ടുണ്ടാക്കപ്പെട്ട ചുമരുകളാണ്. ഇന്നത്തെ പോലെ പടുത്തുയർത്തപ്പെട്ട കല്ലുകളെ കൊണ്ടുണ്ടാക്കപ്പെട്ട ചുമരായിരുന്നില്ല. പക്ഷേ അതിന് പരിഷ്കരണം തുടങ്ങിയതാരാണ്? ആ ചുമരുകൾക്ക് പരിഷ്കരണം തുടങ്ങി വെച്ചതാരാണ്? രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ? അന്നാരെങ്കിലും പറഞ്ഞോ ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ട് ഇത് ശിർക്കാണ്, ഇത് ശിയായിസമാണ്, ഇത് ഹറാമാണ് എന്നാരെങ്കിലും പറഞ്ഞോ? അന്ന് സ്വഹാബിമാർ ജീവിച്ചിരിപ്പില്ലേ? എന്ത് തെറ്റ് കണ്ടാലും ചൂണ്ടിക്കാണിക്കാനും സ്വഹാബിമാരുണ്ടായിരുന്നു. റിയാദ് സ്വാലിഹ് നമ്മൾ ഓതുന്ന ഒരു ഹദീസില്ലേ, ഒരാൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചു, അങ്ങ് ലാ തുഅത്തിൽ ജസ്ല, അങ്ങ് ഞങ്ങൾക്കൊരു ലാ തുഅതീന അൽ ജസ്ല, ഞങ്ങൾക്കൊരു സഹായമൊന്നും തരാത്ത ആളാണ് അങ്ങ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ദേഷ്യപ്പെട്ടു. അപ്പോ വേറൊരാൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദേഷ്യപ്പെടണ്ട, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഇത് ഖുർആനല്ലേ? കേട്ടപാടെ കോപിച്ച് ഉമർ റളിയല്ലാഹു അൻഹു തണുത്തു. അപ്പൊ അപ്പോൾ പോലും പറഞ്ഞു കൊടുക്കാൻ അവിടെ സഹാബിമാരുണ്ട്. പക്ഷേ ആ സഹാബിമാർ ആരെങ്കിലും പറഞ്ഞോ ആ ചെയ്യുന്ന പ്രവൃത്തി അത് ശിയായിസമാണെന്ന്? പിന്നീട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലയുടെ കാലമായപ്പോഴത്തേക്ക് ആ റൗള ഷരീഫിൽ വലിയ മനോഹരമായ ചുമരുകൾ ഉണ്ടാക്കി, മേൽക്കൂരയുണ്ടാക്കി, കിളിവാതിലുണ്ടാക്കി. ഇന്ന് ലോകത്തിന്റെ അഷ്ടഭാഗത്തിൽ നിന്ന് ഹജ്ജിലും ഉംറക്കുമായി മക്കയിൽ ചെന്നതിനു ശേഷം മദീനയിലെത്തുന്ന ആളുകൾ ആദ്യമായിട്ട് അവരുടെ മനസ്സ് തുടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയെ കാണാനാണ്. ആ റൗള എത്രയോ കിലോമീറ്ററുകൾക്ക് അല്ലെങ്കിൽ എത്രയോ ദൂരങ്ങൾക്ക് അകലെ നിന്നുകൊണ്ട് റൗളയുടെ പച്ച കുബ്ബ, ആ കുബ്ബ കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ സന്തോഷം തിരിച്ചറിവ്. അപ്പൊ തിരിച്ചറിവിനെ വെച്ചുകൊണ്ട് തിരിച്ചറിവെന്ന ലക്ഷ്യത്തിനു വേണ്ടി ഖബറുകൾ കെട്ടിയുയർത്തുന്നതും അവരെ സൗകര്യപ്പെടുത്തുന്നതും ശിയായിസമാണെങ്കിൽ അന്ന് മുതൽ ഇന്നേ വരെയുമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തി തെറ്റാണെന്ന് വരൂലേ? യഥാർത്ഥത്തിൽ ഷിയായിസത്തിന്റെ ആരോപകരാണ്, ആരോപണം ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ അതിന്റെ വാഹകരായി മാറുന്നത്. ഷിയാക്കൾ സാധാരണ പറയുന്ന ഒരു വർത്താനുണ്ട്. ഷിയാക്കൾ പറയും, ഞങ്ങളും നിങ്ങളും ഇത്തിഫാഖായ ആളുകളാണ് അഹ്ലുബൈത്ത്. അഹ്ലുബൈത്തിനെ അഹ്ലുസുന്നയോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം,
ഷിയാക്കൾ അഹ്ലുസുന്നയോട് ചോദിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഞങ്ങളും നിങ്ങളും ഇത്തിഫാക്കായ ഒരു സംഗതിയാണല്ലോ അഹ്ലുബൈത്ത്. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ ബനു ഹാഷിം ബനു മുത്തലിബിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ, അലി ഫാത്തിമ സന്താന പരമ്പര. ഈ അഹ്ലുബൈത്തിനെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. പക്ഷേ മറ്റുള്ള ആളുകൾ, 3 ഖലീഫമാർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവരെ നിങ്ങൾ അഹ്ലുസുന്നന്റെ ആൾക്കാർ അംഗീകരിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അഭിപ്രായ വ്യത്യാസത്തെ മാറ്റി വെച്ചിട്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്തവരെ മുറുകെ പിടിക്കല്ലേ വേണ്ടത്? ഇത് ഷിയാക്കൾ പണ്ടേ നമ്മളോട് ചോദിച്ച ചോദ്യം. അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരാണ് ആരൊക്കെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ പറയുന്നത് ആള് ശരിയല്ല, നിങ്ങൾ പറയുന്നത് അഫ്ദലുൽ ബശർ ബഅദൽ അംബിയ ആണ്, വസാനിൽ അഫാദിൽ ബഅദൽ അംബിയ ആണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നത് ശരിയല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സാലിസ്, 3ാമത്തെ ആളാണെന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നത് ശരിയല്ല. എന്നാൽ അലിയാർ തങ്ങളും കുടുംബവുമാണ്, അവര് മഹാന്മാരാണ് എന്നതിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും തർക്കമില്ലല്ലോ. അപ്പൊ തർക്കമില്ലാത്തതിലേക്ക് വരിക, തർക്കമുള്ളത് ഒഴിവാക്കുക. ഇത് പണ്ടേ ഷിയാക്കളെ നമ്മളോട് ചോദിച്ച ചോദ്യം. അതേ ചോദ്യം ഇന്ന് നമ്മളോട് വഹാബികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. എന്തോ ചോദിക്കുന്നത്? ഇസ്തിഗാസ ശിർക്കാണോ? അല്ലേ? ഞങ്ങൾ പറയുന്നത് ശിർക്കാണ്, നിങ്ങൾ പറയുന്നത് ശിർക്കല്ല. എന്നാ ദുആഓ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയോ അത് നമ്മൾ രണ്ടു കൂട്ടരും അഭിപ്രായ വ്യത്യാസമല്ല. അതുകൊണ്ട് നമുക്ക് ഇസ്തിഗാസ ഒഴിവാക്കുക, ദ്വാർന്നാ മതി. അങ്ങനുണ്ട്. ഈ ചോദ്യം ഈ വഹാബികൾക്ക് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ഇത് പണ്ട് ഷിയാക്കൾ ചോദിച്ച ചോദ്യം. പണ്ട് ഷിയാക്കൾ ഇമാമുമാർ അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്, കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യം, അതിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? നമുക്കെതിരിൽ ഷിയായിസം ആരോപിക്കുന്ന വഹാബികളാണ്. യഥാർത്ഥത്തിൽ ഇസ്തിഗാസ ചെയ്തോ ചെയ്തില്ലെന്നല്ല പ്രശ്നം. ഇസ്തിഗാസ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇസ്ലാം ഹലാൽ എന്ന് പറഞ്ഞ, ഇസ്ലാം ജായിസ് എന്ന് പഠിപ്പിച്ച, ഇമാമുമാർ അഖിലവും പഠിപ്പിച്ച ഒരു കാര്യത്തെ അത് ജായിസ് അല്ല, മറിച്ച് അത് ശിർക്കാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാളെ നില എന്താണ്? അയാൾ സ്വർഗത്ത് പോകുന്ന അയാൾ സ്വർഗത്ത് പോകും. ജായിസായ ഒരു കാര്യത്തെക്കുറിച്ച് ഹറാമെന്ന് വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെതിരെ അതിന്റെ ആളുകളെ ശിർക്കാരോപിക്കുകയും ചെയ്യുന്നവൻ നേരെ ചൊവ്വേ സ്വർഗത്തിലെത്തുവോ? അപ്പൊ ഇസ്തിഗാസ ചെയ്യാതിരുന്നതുകൊണ്ട് മെച്ചൊന്നുമില്ല മുജാഹിദുകളെ. നിങ്ങൾ ഇസ്തിഗാസ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പടച്ചോങ്ങളെ വെറുതോടൊന്നുമില്ല. ഇസ്തിഗാസയെ അതുപോലുള്ള കാര്യങ്ങളെ ശിർക്കാണെന്ന് പ്രചരിപ്പിക്കുക വഴി അള്ളാഹു നിങ്ങളൊന്ന് കണ്ടറിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് ആഖിറുമായി ബന്ധപ്പെട്ട വിഷയല്ലേ. ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ കാലത്താണ് ഇജ്മാ സ്ഥിരപ്പെട്ടത്. ഏത് വിഷയത്തിൽ? ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ഒറ്റ ഇരിപ്പിൽ ഒറ്റ വാചകത്തിൽ 3 ത്വലാഖും ഒരുമിച്ച് ചൊല്ലിയാൽ 3 സംഭവിക്കും. ഇനി മടക്കിയെടുക്കാൻ നിർവാഹമില്ല. ഇനി മറ്റൊരാളുമായി വിവാഹം കഴിഞ്ഞിട്ട് അയാൾ തലാഖല്ലേ ഇദ്ദ കഴിഞ്ഞതിന് ശേഷമല്ലാതെ വിവാഹത്തിനും നിർവാഹം ഇല്ല. ഈ ഇജ്മാ ഉരുവപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് സഹാബത്തിന്റെ ഇജ്മാ. ആ ഇജ്മാഇനെ അത് ഉമർ റളിയല്ലാഹു അൻഹു കാലത്തുള്ള ഇജ്മാ ആയതുകൊണ്ട് തള്ളിപ്പറയുന്നത് ഷിയാക്കളാണ്. ഇന്ന് അതിനെ തള്ളിപ്പറയുന്നത് ആരാ? ഇന്ന് അതിനുവേണ്ടി നിയമനിർമ്മാണത്തിന് വേണ്ടി ഓർഡിനൻസും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഫാഷിസ്റ്റ് വിഭാഗത്തിന് മുസ്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പിന്തുണ കൊടുക്കുന്നത് ആരാണ്? നമുക്കെതിരിൽ ഷിയായിസം ആരോപിക്കുന്ന സാക്ഷാൽ വഹാബികൾ. ഇപ്പോ ഇന്നലത്തെ വാർത്ത എന്താണ്? ഇന്നത്തെ വാർത്ത സുപ്രീം കോടതി മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് ഇനി ഏത് വഴിക്കാണ് കോടതി പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നിരന്തരമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? വഹാബികളല്ലേ.
യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്നത്? സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയുന്നത് ആരാ? സുന്നികളാണോ? സുന്നികൾ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്നില്ല എന്ന് ഞാൻ ഒരു വാചകം പറഞ്ഞാൽ അത് വാസ്തവമാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പെണ്ണുങ്ങൾ പള്ളിക്ക് വരാറില്ല, സുന്നി പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരാറില്ല. സെയ്ദ് ഖായിമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സെയ്ദില്ലെങ്കിലും പറയാ സെയ്ദ് ഖായിമല്ല എന്നതുപോലെ പെണ്ണുങ്ങൾ വരുന്നില്ലല്ലോ, അവന് തടയുന്നുമില്ല. പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് ബിരിയാണി ഇല്ല എന്ന് പറയുന്നത് ആരാ? അത് വഹാബികളാണ്. നിങ്ങൾ നോക്കൂ, ഈ നന്ദിയിൽ തന്നെ ഉണ്ടല്ലോ വഹാബിയൊക്കെ പള്ളി. കോഴിക്കോടില്ലേ, അരീക്കോടില്ലേ, പല സ്ഥലത്തുമില്ലേ. അവിടെ ഒരു പള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അകത്തപ്പള്ളിയാണ്. അകത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ മിഹ്റാബും മിമ്പറും ഉൾക്കൊള്ളുന്ന ഹാളിനെ സംബന്ധിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ അകത്തപ്പള്ളി എന്ന് പറയാം. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും പറയാം. ആ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റില്ലല്ലോ. ഒന്നാം സൊഫയിൽ പുരുഷന്മാർ നിന്നാൽ രണ്ടാം സൊഫയിൽ കാലിയായി കിടക്കുകയാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് സ്ത്രീകളെ അവര് കയറ്റുന്നില്ല? അവർക്ക് വേറെ റൂമാണ്, അവർക്ക് വേറെ ആരോ മാർക്കാണ്. സ്ത്രീകൾ അതിലേ പോകണം, ഇങ്ങോട്ട് വരാൻ പാടില്ല, വിളിച്ചു വരുത്തിയിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ്? സുന്നികൾ ആണോ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പെണ്ണുങ്ങളെ തടയുന്നത്, പള്ളികളെ തൊട്ട് തടയുന്നത് നമ്മളല്ല. കാരണം നമ്മളെ പെണ്ണുങ്ങൾ പള്ളിക്ക് വരില്ലല്ലോ, അവർ ഉത്ബുദ്ധരാ, അവർക്ക് കാര്യങ്ങൾ അറിയാം. പെണ്ണുങ്ങൾക്ക് അവരുടെ വീടുകളാണ് ഉത്തമം എന്ന് അവർക്കറിയാം. പക്ഷേ ആരാണ് ഇത് തടയുന്നത്? ഞാൻ മുമ്പൊരു മുഖാമുഖം ഉണ്ടായിരുന്നു. ആ മുഖാമുഖത്തിൽ ഇതേ ചോദ്യം, നിങ്ങളെന്താണ് ഈ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്നത് മുസ്ലിയാക്കന്മാരെ എന്നാ ചോദ്യം. മുസ്ലിയാക്കന്മാരെന്നൊരു കാഫ് സിയാറത്തിൽ കാഫ്, മുസ്ലിയാരെ എന്നല്ല ചോദിക്കുക, മുസ്ലിയാക്കന്മാരെ. ആ കാഫ് എങ്ങനെ വന്നതാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ തടയുന്നില്ലല്ലോ. ഞാൻ എൻ്റെ കോളേജിൽ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് 2001 ഫാരിഗായതിനു ശേഷം ഇപ്പൊ 10-17 കൊല്ലം കഴിഞ്ഞു. ഞാൻ ഇതുവരെ പെണ്ണിനെയും പള്ളിയെ, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ തൊട്ട് പെണ്ണിനെ തടഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്റെ പള്ളിയിലേക്ക് പെണ്ണ് വരാറില്ലല്ലോ. പക്ഷെ നിങ്ങളാണ് തടയുന്നത് എന്ന് ഞാൻ ആ ചോദ്യകർത്താവിനോട് പറഞ്ഞു. അയാളെ മിഴിച്ചുപോയി. എന്താണ് ഇപ്പൊ ഇയാൾ, ഞങ്ങളാ തടയുന്നത്? ഞാൻ ഈ വിഷയം പറഞ്ഞു. നിങ്ങളുടെ പള്ളിയിൽ, അകത്ത പള്ളിയിൽ ഒന്നാം സൊഫ് കഴിഞ്ഞിട്ട് കാലിയായി കിടക്കുന്ന രണ്ടാം സൊഫിലും മൂന്നാം സൊഫിലും മറ്റു സൊഫുകളിലും എന്തുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കുന്നില്ല? സുപ്രീം കോടതിയിലുള്ള കേസിന് നിങ്ങൾ സപ്പോർട്ടുമായി പോയാൽ നാളെ നിങ്ങളെ പള്ളിയിൽ ഖുത്ബ ഓതാൻ വേണ്ടി ഒരു ഖതീബ് പെണ്ണിനുള്ള അവകാശവാദവുമായിട്ട് നാളെ കേസ് വരാൻ പോവുകയാണ്. സൂക്ഷിച്ചു കളിച്ചോ. ദീർഘവീക്ഷണമില്ലാതെ ഇടപെടാൻ നിൽക്കണ്ട. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്കെതിരിൽ ഷിയായിസം ആരോപിക്കുന്ന പ്രവണത നമ്മുടെ കേരളത്തിൽ, നേരത്തെ ഷക്കീറൈത്തമി പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാം. ഈ മൂന്ന് പ്രസ്ഥാനവും, ത്രിയേകത്വ സിദ്ധാന്തവും ഷിയാ സിദ്ധാന്തവും അതുപോലെ തന്നെ ഖാദിയാനിസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭീഷണിയല്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഷിയായിസം ഭീഷണിയല്ല, പക്ഷേ ഷിയ ആരോപണം ഒരു ഭീഷണിയാണ്. ഭയങ്കര ആരോപണവുമായിട്ടാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഷിയ ആരോപണം, സുന്നികൾ ഷിയ, സമസ്ത ജമിയത്തുൽ ഉലമയും അതിന്റെ ഉന്നതരായ മഹാപണ്ഡിതന്മാരും ഷിയായിസത്തിന്റെ വക്താക്കളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ, ശിർക്കാരോപണം ഇവിടെ വിലപ്പോവില്ല എന്ന് കണ്ട
ഷിയ ആരോപണത്തെ നമ്മൾ പ്രതിരോധിക്കണം. അതിശക്തമായ ആരോപണം. ആരെക്കുറിച്ചാണ് ഈ ആരോപിക്കുന്നത്? മഹാനായ ശംസുല്ലുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവറുകൾ ഈ മഹത്തായ സ്ഥാപനം ലോക പ്രശസ്തിയിലേക്ക് നയിച്ച മഹാൻ. ഇതിന്റെ സ്ഥാപകർ മഹാനായ നന്ദിയിൽ മുസ്ലിയാർ, ആത്മാർത്ഥതയുടെയും ഇഖ്ലാസിന്റെയും നിറകുടം, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ മഹോന്നതം, ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചു. മഹാനായ ശംസുല്ലുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അതിനെ വളർത്തി പടർത്തി പന്തലിപ്പിച്ച് ഒരു വലിയ പ്രസ്ഥാനമാക്കിയ നമ്മുടെ ഈ സ്ഥാപനം ആന്തമാനിൽ നാളെ ചെന്നപ്പോൾ അവിടുത്തെ വലിയൊരു റൗദത്തുൽ ഉലൂം അറബി കോളേജ് ഈ സ്ഥാപനത്തിൽ അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമായി അത് വളർന്നുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഒട്ടനേകം സ്ഥാപനങ്ങളുടെ ബൃഹത്തായ ഒരു വലിയ വിദ്യാഭ്യാസ ശൃംഖല അതാണ് ഇവിടെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് നായകത്വം വഹിച്ച ശംസുല്ലുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പോലെയുള്ള ലോകോത്തര പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ ശിർക്കാരോപണം ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല എന്ന് കണ്ടപ്പോ ചുവടുമാറ്റി നമ്മൾ ഷിയ ആരോപണമായിട്ടൊന്ന് പോയി നോക്കുക. കഴിഞ്ഞ ഫെബ്രുവരി 9 കോഴിക്കോട് വിസ്ഡം ഗ്രൂപ്പ് മുജാഹിദുമായിട്ട്, അഥവാ ജിന്ന് ഗ്രൂപ്പ് മുജാഹിദ് ഉണ്ടല്ലോ, ജിന്ന് ഗ്രൂപ്പ് മുജാഹിദ് എന്നതിന്റെ നിർവചനം എന്താന്ന് വെച്ചാൽ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗം അവരുമായിട്ടൊരു സംവാദം നടന്നു. അപ്പൊ അവരുടെ പ്രധാന തുരുപ്പ് ഷീറ്റ് എന്ന് പറയുന്നത് ഷിയ കിതാബുകളാണ്. ഷിയ കിതാബുകൾ മേശപ്പുറത്ത് അട്ടിക്കട്ടിക്ക് കൊണ്ടുവരും. അവർ വ്യവസ്ഥയിലും അവർ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ആ കിതാബുകൾ ഇങ്ങനെ മറിച്ചിട്ട് കണ്ടോ അതന്നെയല്ലേ നിങ്ങളും വാദം, അപ്പൊ നിങ്ങളും ഷിയാക്കളും ഒന്നാണ് എന്നുള്ള തരികിട. അപ്പൊ നമ്മളവിടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമയം കളഞ്ഞാൽ നമ്മുടെ സമർത്ഥനത്തിന്റെ ഭാഗം അതിനൊരുപാട് സമയം നഷ്ടപ്പെടും. അപ്പൊ അവിടെ ഞങ്ങളൊരു ഐഡിയ എടുത്തു, ഒരു തന്ത്രം പയറ്റി. ആ തന്ത്രം വളരെ വിജയകരമായി. നേരത്തെ ഷക്കീർ ഹൈതമി അവതരിപ്പിച്ച ഖാദിയാനിസത്തിന്റെ പ്രധാന വാദികതകൾ ഒന്ന് ഖത്മുൻ നുബുവത്തുമായി ബന്ധപ്പെട്ടത്, 2 ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വഫാത്ത്. ഈസാ നബി അലൈഹി ഇസ്ലാം വഫാത്തായിട്ടില്ല എന്ന് നമ്മളും മരിച്ചുപോയി എന്നവരും. ഇങ്ങനെയാണല്ലോ നമ്മളെന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ, അവരെന്ന് പറഞ്ഞാൽ അഹ്മദിയ ജമാഅത്ത്. അത് മാത്രമല്ല ഖാദിയാനികളുടെ വാദം ഇസ്തിഗാസ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ഇബാദത്താണ്, അതുകൊണ്ട് ഇസ്തിഗാസ ശിർക്കാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള സഹായതേട്ടം അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഗുണപ്രതീക്ഷ, അതാണ് ഇസ്തിഗാസ. അത് അവരോടുള്ള പ്രാർത്ഥനയാണെങ്കിലോ ഇബാദത്താണ്. അതുകൊണ്ട് ഇത് ആരാധനയാണ്, ഇത് അല്ലാത്തവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് ശിർക്കാണ്. ഈ വഹാബിയൻ തിയറി ആരുടേതാ? അത് ആരുടെ വാദമാണ്? അത് ഖാദിയാനികളുടെ വാദമാണ്. അവരുടെ മലയാളത്തിലുള്ള പുസ്തകങ്ങൾ, അവരുടെ മദ്രസ പാഠ പുസ്തകങ്ങൾ അതവിടെ ഉദ്ധരിച്ചു. നിങ്ങളുടെ വാദം, ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് നിങ്ങൾ ഷിയായിസമാണ് എന്നല്ലേ നിങ്ങളെ ആരോപണം. എന്നാൽ നിങ്ങളെ വാദം അത് ഖാദിയാനികളുടെ വാദമാണ്. കാരണം ഖാദിയാനികൾ എഴുതി വെച്ചിരിക്കുന്നു. അതോടുകൂടി ഞെട്ടിത്തെരിച്ചുപോയി. വട്ടച്ചോനെ, ഞങ്ങളെ വാദം ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം കാഫിർ എന്ന് മുദ്ര കുത്തിയ, കാഫിർ എന്ന് വിധിയെഴുതിയ ഖാദിയാനികളെ വാദമാണല്ലോ ഞങ്ങളെ വാദം. അപ്പൊ ഷിയ ആരോപണത്തെ ഖാദിയാനിസത്തിന്റെ വാദം പേരി നടക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുള്ള യാഥാർത്ഥ്യം അവരുടെ മുമ്പിൽ തുറന്നടിച്ചതോടുകൂടി പിന്നെ ആ ആരോപണം അവർക്ക് ആ സംവാദത്തിലും പറയാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ തുടർന്നുള്ള ചർച്ചകളിലും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള ഓൺലൈൻ മേഖലകളിൽ നിന്നൊക്കെ ഇപ്പോ ആ വിഭാഗം ഷിയ ആരോപണത്തിന്റെ ആ മുന തൽക്കാലം ഒരു ചെത്തി മാറ്റിയിരിക്കാം. അപ്പൊ ആരോപണമായിട്ട് വരുന്നില്ല. കാരണം അവരുടെ വാദം ഖാദിയാനിസമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾക്കെതിൽ ഷിയായിസം ആരോപിക്കുന്ന ആളുകൾ പറയുന്ന എല്ലാ വാദങ്ങളും യഥാർത്ഥത്തിൽ അവരാണ് ഇത്തരം ആളുകൾ. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. ഷിയാക്കളൊരു വാദമാണ് അഹ്ലു ബൈത്ത് മഅ്സൂമിങ്ങളാണെന്നുള്ള വാദം. തങ്ങന്മാർ, അപ്പൊ നമ്മൾ പാണക്കാടുത്ത തങ്ങന്മാര്, അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഇതൊക്കെ പെടും, ഒക്കെ തങ്ങന്മാരാണ്. തങ്ങന്മാർ മഅ്സൂമിങ്ങളാണ്, പാപസുരക്ഷിതരാണ്, ഒരു തെറ്റും അവരിൽ നിന്ന് വരില്ല. മഅ്സൂമിങ്ങളാവുമ്പോൾ അവര് ഹുജ്ജത്താണ്, പ്രമാണങ്ങൾ. മഅ്സൂമിങ്ങൾ അവർ പ്രമാണങ്ങളാണ്.
ഇതൊക്കെ ഷിയാക്കളെ വാദ. അതേ സമയത്ത് നിങ്ങളുടെ മദ്ഹബിന്റെ ഇമാമുകളായിട്ട് പറയുന്നത് ഒന്നാരെയാണ്? അബൂ ഹനീഫ ഇമാമിനെയാണ്. 2 മാലിക് ഇമാമിനെയാണ്. 3 അഹ്മദ് ബിൻ ഹംബൽ, പിന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അവരൊക്കെ മുജ്തഹിദുകളാണെന്ന് നിങ്ങൾ പറയുന്നു. മുജ്തഹിദുകൾ ഇദാ ഇജ്തഹദ ഫഅസാബ ഫലഹു അജ്റാനി വഇദാ അഖ്തഅ ഫലഹു അജ്റുൻ ഔ കമാ ഖാൽ. അവർക്ക് തെറ്റുപറ്റാവുന്നവരാണ് അവർ. അപ്പൊ തെറ്റുപറ്റാവുന്ന എന്നല്ല, തെറ്റുപറ്റിപ്പോയ അവരെ അനുഗമിക്കുന്നതിലേറെ നല്ലത് ഞങ്ങളുടെ വഴി സ്വീകരിക്കലല്ലേ. ഒരു തെറ്റും പറ്റാത്തവരെ. ഇന്ന് വഹാബികളെ നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഇതേ ചോദ്യമല്ലേ? അതൊക്കെ ഒരു ശുബ്ഹത്തുകളാണ്. ആ ശുബ്ഹത്തിന് അതിൻ്റെതായ മറുപടി ഉണ്ട്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ഇന്ന് നമുക്കെതിരെ ഷിയായിസം ആരോപിക്കുന്ന വഹാബികളുടെ ചോദ്യം ഇതന്നെയല്ലേ? നിങ്ങളുടെ മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട്, തെറ്റുപറ്റാവുന്നവരാണ്. ഇതേ വാദം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കെതിരിൽ ഷിയായിസം ആരോപിക്കുന്ന ആരോപകരാണ് യഥാർത്ഥത്തിൽ ഷിയായിസത്തിന്റെ വാദങ്ങളെ, സിദ്ധാന്തങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നവർ എന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, എനിക്ക് പിറകിൽ എന്റെ പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബഹുമാന്യനായ ആസിഫ് ദാരിമി, അദ്ദേഹം ഇവിടെ വളരെ പ്രൗഢമായ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ സംവരിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തെ ദാറുസ്സലാം അൽ ജാമിയ അറബിയ, ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം ഉന്നതിയിലേക്ക് അള്ളാഹുവേ നീ എത്തിക്കണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തെ സ്ഥാപിക്കുകയും ഇതിനെ വളർത്തുകയും ചെയ്ത ഞങ്ങളുടെ മഹാന്മാരായ മൺമറഞ്ഞ മഹാന്മാരായ ഉസ്താദുമാർ, നന്ദിയിൽ മുസ്ലിയാർ, അതുപോലെ തന്നെ മഹാനായ ശംസുലുലമായ ഖദ്ദസല്ലാഹു അസ്റാറുഹുമ, ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ അല്ലാഹു അവരുടെയൊക്കെ ദറജയെ നീ ഏറ്റി വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.